Hello friends, Assalamualaikum. Welcome back to my channel Anna's Kitchen Lab. അപ്പോൾ ഞാൻ ഇന്ന് നല്ല എമിറാത്തി ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡിന് ഖമീർ എന്നാണ് പേര്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓവനൊന്നും ആവശ്യമില്ല, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞങ്ങൾ സാധാരണ ബട്ടൂരൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഇതിന് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് അന്നൂസ് കിച്ചൻ ലാബ് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ അതിനായി ഞാനിവിടെ 1/2 കപ്പ് വാം വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തെടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് സമയം ഒന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ബൗളിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്തെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 3 കപ്പ് മൈദയാണ് ടോട്ടലി ആവശ്യം. ഞാനിവിടെ ഓൾറെഡി 2 കപ്പ് മൈദ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ 1 കപ്പ് ഞാനിവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 മുട്ട ഉടച്ച് ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടൊന്ന് മാവ് രൂപത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞങ്ങൾക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 2-3 മണിക്കൂറൊന്ന് ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക, കുറച്ച് നല്ല തടിങ്ങനെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അത് നല്ല ബണ്ണ് പോലെ പൊന്തി വരുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പൂരി പോലെ കുറച്ച് നല്ല തടി ഇങ്ങനെ പരത്തിയിട്ട് ചൂടാം. ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. ഇനി അത് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച് ഞങ്ങൾ മാവിലേക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കറുപ്പ് എള്ള് ചേർത്തെടുക്കാം. അപ്പോൾ ഓവറാവാൻ പാടില്ല. മുട്ട ജസ്റ്റ് ആ എള്ള അതിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന മാവിന് ഏകദേശം എത്രയെങ്കിലും തടിയുണ്ടാവണം, എന്നാൽ മാത്രമേ നല്ല ബണ്ണായി പൊന്തി വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ബണ്ണായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായി പൊന്തി വരുന്ന സമയത്ത് ഞങ്ങൾക്കതൊന്ന് അടിമറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനും. അപ്പോൾ ഇത് കുറച്ച് തടിയുള്ളത് കൊണ്ട് തന്നെ ഇത് ഉള്ളൊക്കെ വെന്തിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ബണ്ണ് പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള ബൺസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എമിറാത്തി ബ്രെഡായ ഖമീർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. ശരിക്കും നമ്മൾ വീഡിയോന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ സോഫ്റ്റ് ബണ്ണാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒന്നും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് നോക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.